നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന സിക്സ്ത് ചാപ്റ്ററിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഫോർമാറ്റ് പറയുന്നുണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് പറയുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കറിയാം ആസ് യൂഷ്വൽ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ അത് കൂടാതെയുള്ള രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്നും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്നും. അതിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ എല്ലാം വായിച്ച് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത് ഇൻഡ് AS 7 പ്രകാരമാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇൻഡ് AS 7 പറഞ്ഞിട്ടുള്ളത് പ്രകാരം എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുള്ളിലേക്കും ഓർഗനൈസേഷന് പുറത്തേക്കും ക്യാഷ് മൂവ്മെൻറ്റ്സ് എങ്ങനെ നടക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് എന്ത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻഡ് AS 7 ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻഡ് AS 7 എന്തുമായി ഡീൽ ചെയ്യുന്നു? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നു. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ് ഇൻഡ് AS 7 എന്ന സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് നോക്കുന്നത്. The objective of this standard is to provide information about the changes in cash and cash equivalents of an entity by means of cash flow statement. The standard provides guidance on the manner in which the cash flow information should be presented. മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനുള്ളിലുള്ള അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്ക് ഉള്ളിലുള്ള ചേഞ്ചസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതായത് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ മറ്റെന്തെങ്കിലും അസറ്റിൻ്റെ ആ ചേഞ്ചസ് സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇൻഡ് AS 7. The standard provides guidance on the manner in which cash flow information should be presented. എങ്ങനെയാണ് ഒരു എൻറ്റിറ്റിയുടെ ക്യാഷ് ഫ്ലോ ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മാനർ കൂടി ഗൈഡൻസ് കൂടി ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കോപ്പ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് നോക്കൂ. ദിസ് സ്റ്റാൻഡേർഡ് ഇസ് അപ്ലിക്കബിൾ ടു ഓൾ എൻറ്റിറ്റീസ് വിച്ച് ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻഡ് AS. ഇൻഡ് AS പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാതരം ഓർഗനൈസേഷൻസിനും ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദെൻ ഡെഫിനിഷൻസ് നോക്കാം. ഡെഫിനിഷൻസ് ഫസ്റ്റ് വൺ, ക്യാഷിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ക്യാഷ് ഈക്വലൻസിന്, ക്യാഷ് ഫ്ലോയ്ക്ക്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനെ മറ്റു പലതിനും ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നോക്കാം ക്യാഷ് എന്നതിന് എന്താണ് ഡെഫിനിഷൻ എന്ന്. ക്യാഷ് കംപ്രൈസസ് ക്യാഷ് ഓൺ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ക്യാഷും ഡിമാൻഡ് ഡെപ്പോസിറ്റും DD മാത്രമാണ് ക്യാഷിൻ്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തുന്നത്. ആൻഡ് ക്യാഷ് ഈക്വലൻസ് നോക്കൂ. ക്യാഷ് ഈക്വലൻസ് ആർ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് that are readily convertible to known amounts of cash and that are subject to an insignificant risk of changes in value. Cash equivalents എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള അസറ്റ്സ് ആണ്. ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്, അതേപോലെ ഷോർട്ട് ടേം ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. ഏറ്റവും പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാഷ് ഈക്വലൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ക്യാഷ് ഈക്വലൻസ് ആർ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ റെഡിലി കൺവേർട്ടബിൾ ടു നോൺ എമൗണ്ട്സ് ഓഫ് ക്യാഷ്. ഏറ്റവും കുറഞ്ഞ കാലാവധിയിൽ എൻറ്റിറ്റിയിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള അസറ്റുകളാണ് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ലിക്വിഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ആൻഡ് ദാറ്റ് ആർ റെഡിലി കൺവേർട്ടബിൾ ടു ക്യാഷ്. അങ്ങനെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ അസറ്റ്സിനെയാണ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നത്. നമുക്ക് ക്യാഷ് ഫ്ലോസ് ആർ ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ഒരു എൻറ്റിറ്റിയിൽ നിന്നും ക്യാഷിൻ്റെയും ക്യാഷ് ഈക്വലൻസിൻ്റെയും ഇൻഫ്ലോയെയും ഔട്ട്ഫ്ലോയെയും ആണ് എന്ത് പറയുന്നത്? ചേർത്തി പറയുന്നതാണ് ക്യാഷ് ഫ്ലോസ് എന്ന്. ഇൻഫ്ലോ എന്ന് പറയുന്ന സമയത്ത് ബിസിനസ്സിനുള്ളിലോട്ട്
ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് ബിസിനസ്സിന് പുറത്തോട്ട്. ദെൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദ മേജർ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ എൻറ്റിറ്റി ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഓർ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? മേജർ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ആണ് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5th പോയിന്റ് നോക്കൂ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. Investing activities are the acquisition and disposal of non-current assets and other investments not included in cash equivalents. Cash equivalentsൽ ഉൾപ്പെടാത്ത തരത്തിലുള്ള അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് നോൺ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ക്യാഷ് വരും, പക്ഷേ നോൺ കറണ്ട് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സ് ആണ് ഡിസ്പോസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഡിസ്പോസ് ചെയ്യുകയെന്ന് വെച്ചാൽ സെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ് ഓഫ് ദ എൻറ്റിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോമ്പോസിഷനും, അതായത് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ, അതായത് ഇപ്പോൾ ഇത്ര ഡിനോമിനേഷനിലുള്ള പല ഇക്വിറ്റി ക്യാപിറ്റൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഡിഫറെൻറ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ, അതേപോലെ സൈസ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, അതേപോലെ എൻറ്റിറ്റിയുടെ ബോറോയിങ്സ്, അവയെല്ലാം ചേരുന്നത് അല്ലെങ്കിൽ അവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി. അതായത് ഫണ്ട് കണ്ടെത്താനായിട്ടൊരു സ്ഥാപനം ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് എന്ത്? ഫണ്ട് കണ്ടെത്താനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതിലൂടെയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. അതേപോലെ ബോറോയിങ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ബോറോ ചെയ്യുന്നത്, അതെല്ലാം ഫണ്ട് റേസ് ചെയ്യാനാണ്. അപ്പോൾ അതെല്ലാം എന്തിൽ ഉൾപ്പെടുത്താം? ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ അടുത്ത് നോക്കൂ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിന് കുറച്ചുകൂടി വലിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. The statement of cash flow analyzes the changes in cash and cash equivalents during a period. ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിലുള്ള ക്യാഷും ക്യാഷ് ഈക്വലൻസിൻ്റെയും ചേഞ്ചസ് അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കംപ്രൈസ് ക്യാഷ് ഓൺ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ടുഗെദർ വിത്ത് ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ റെഡിലി കൺവേർട്ടബിൾ. എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, റെഡിലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ് ആയിട്ടുള്ള, ക്യാഷിലേക്ക് വേഗത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസ് ഓർ അസറ്റ്സ്, അതായത് നോൺ കറണ്ട് അസറ്റ്സ്, ഇവയെല്ലാം എന്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. Cash equivalents are held for the purpose of meeting short-term cash commitments. ചെറിയ കാലയളവിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ കാലയളവിലേക്ക് ക്യാഷ് കമ്മിറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാഷിൻ്റെ ബാധ്യതകൾ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ക്യാഷ് ഈക്വലൻസ്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അവിടെ, അതെന്താണെന്ന് നോക്കാം നമുക്ക്. എ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ ട്രേഡബിൾ ബോണ്ട് ഹാവിംഗ് മെച്യൂരിറ്റി പീരീഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഓൺ 15/12/2019. എ ലിമിറ്റഡ് എന്ന കമ്പനി പർച്ചേസ് ചെയ്തു ഒരു ട്രേഡബിൾ ബോണ്ട്, അതായത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ബോണ്ട് എന്ന് തന്നെ അതിനർത്ഥമുള്ളൂ. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ട്രേഡബിൾ ബോണ്ട്. അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 2 വർഷമാണ്. പർച്ചേസ് ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട് 15/12/2019 ആണെന്ന്. ദ ബോണ്ട് വാസ് ഡ്യൂ ഫോർ മെച്യൂരിറ്റി ഓൺ 28/2/2020. ബോണ്ട് എന്നാണ് മെച്യൂരിറ്റി ആവുന്നത്? 28/2/2020 ആണ്. എന്ന് വാങ്ങിയ ബോണ്ടാണെന്ന് ഓർക്കണം. 15/12/2019 വാങ്ങിയ ബോണ്ടാണ്. അതിൻ്റെ മെച്യൂരിറ്റി ആവുന്നത് 28/2/2020.
In its cash flow statement presented for the quarter ended 31/12/2019, A Limited included the same in cash and cash equivalent. നോക്കൂ, അത് ബോണ്ട് മെച്യൂരിറ്റി ആവുന്നത് 28/2/2020 പക്ഷേ ഇവിടെ നേരത്തെ കൂട്ടി, അതായത് 31/12/2019 തന്നെ ഈ ബോണ്ട് ക്യാഷ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻ്റ് ആയിട്ട് മാറി, അല്ലെങ്കിൽ അത് ക്യാഷ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ മെച്യൂരിറ്റി ആയപ്പോൾ അതിൻ്റെ ക്യാഷ് റിയലൈസ് ചെയ്തു എന്ന നിലയ്ക്ക് 31/12/2019 തന്നെ അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? 15/12/2019 ഒരു ബോണ്ട് വാങ്ങുകയും അതിൻ്റെ മെച്യൂരിറ്റി 28/2/2020 വരെ ആയിരുന്നു. പക്ഷെ 31/12/2019 തന്നെ, ഇപ്പോൾ മെച്യൂരിറ്റിക്ക് മുൻപായിട്ട് 2020 ഫെബ്രുവരി 28 അതിൻ്റെ മെച്യൂരിറ്റി. പക്ഷെ 2019 അവസാനമായപ്പോൾ എന്ത് ചെയ്തു, അതിന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന കോളത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലേഴ്സിൻ്റെ അണ്ടറിൽ എന്തെഴുതി, ഈ ഒരു ബോണ്ടിൻ്റെ വാല്യൂ എഴുതി. അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യൂ അതിനെക്കുറിച്ച് എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞു. ഈ ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് തരുന്നുണ്ട്. എക്സാമ്പിൾസ് തരുന്നത് നമുക്ക് അറിയുന്ന പ്രോബ്ലംസ് അല്ല, അവർ മോഡലായിട്ട് കാണിച്ച് തരുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ എങ്ങനെയാണോ ഓരോ എക്സാമ്പിളും അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതുപോലെ മറ്റൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ഉള്ളത് അതേ മോഡലിൽ തന്നെ മനസ്സിലാക്കുക. നോക്കൂ, സൊല്യൂഷൻ നോക്കൂ. എ ലിമിറ്റഡ് ഹാസ് മെയ്ഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ബോണ്ട് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ്. ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനു വേണ്ടി ചെയ്തതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എ ലിമിറ്റഡ് ചെയ്തത്. ദോ ഇറ്റ് മീറ്റ്സ് ദ കണ്ടീഷൻസ് ഓഫ് ക്യാഷ് ഈക്വലൻസ്, ഇറ്റ് ഈസ് നോട്ട് ഹെൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് മീറ്റിംഗ് ഷോർട്ട് ടേം ക്യാഷ് കമ്മിറ്റ്മെൻറ്റ്സ്, ഹെൻസ് ബോണ്ട് cannot be included in cash and cash equivalents. നോക്കൂ, അത് ക്യാഷ് ഈക്വലൻ്റ് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ചെയ്തതാണ് ബോണ്ട്. ബോണ്ട് എന്ന് പറയുന്നത്, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അതെന്ത് ചെയ്തു, അതൊരു കൃത്യസമയത്ത് അത് കൺവേർട്ടബിളായിട്ട് ക്യാഷായി കൺവേർട്ട് ചെയ്ത് വന്നു. പക്ഷേ ഒരിക്കലും ബോണ്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാഷ് കമ്മിറ്റ്മെൻറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും എന്തായിട്ട് മാറ്റാൻ പറ്റില്ല, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്താണെന്നുള്ളത് ഡെഫിനിഷൻ മേലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡെഫിനിഷൻ ഫോളോ ചെയ്യുന്ന ഐറ്റംസിനെ മാത്രമാണ് എന്തായിട്ട് കരുതാറുള്ളത്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയിട്ട് കരുതാറുള്ളത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയി കരുതണമെങ്കിൽ എന്തെല്ലാം ആയിരിക്കണം? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കംപ്രൈസസ് ഓഫ് ക്യാഷ് ഓൺ ഹാൻഡ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ദെൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ദാറ്റ് ആർ റെഡിലി കൺവേർട്ടബിൾ. ഇത്രയും കാര്യങ്ങളെ മാത്രമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയിട്ട് ഉൾപ്പെടുത്താറുള്ളത്. അല്ലാതെ ഈ ബോണ്ടിന്, അതായത് ഇതിപ്പോൾ ഷോർട്ട് ടേം അല്ല, ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കൂ, എന്നാ പർച്ചേസ് ചെയ്തത് 19-നാണല്ലേ. ദെൻ മെച്യൂരിറ്റി പറഞ്ഞിട്ടുള്ളത് 28/2/2020 അല്ലേ. അപ്പോൾ ഇത് ഒരു തരത്തിലും ഈസിലി കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ അത് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ദെൻ നോക്കൂ, പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗം. എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. നോക്കൂ, ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ക്യാഷ് ഫ്ലോസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. എല്ലാ ക്യാഷ് ഫ്ലോസിനെ മെയിനായിട്ട് 3 ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അതായത് ബിസിനസ്സിൽ നടക്കുന്ന 3 ആക്ടിവിറ്റീസാണിത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ റോ മെറ്റീരിയൽസ് ഓപ്പറേറ്റ് ചെയ്ത് അതിനെ പ്രോഡക്റ്റാക്കി മാറ്റുന്നൊരു പ്രക്രിയ, അത് തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സംബന്ധിച്ച കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരിക. ദെൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ബിസിനസ് തന്നെ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് മിച്ചം വരുന്ന കാശ് കൊണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതും ബിസിനസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് അതിന്
മറ്റൊരു തരത്തിലുള്ളൊരു ക്യാഷ് ഫ്ലോ ആയിട്ട് കണക്കാക്കുന്നു. ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റി. എന്താ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഫണ്ട് കണ്ടെത്താനായിട്ട് എൻറ്റിറ്റി എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നതിനെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫിനാൻസിങ് എന്ന് വെച്ചാൽ എന്താ, ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുക, അതേപോലെ ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യുക ബൈ ഇഷ്യൂയിങ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്. പിന്നെന്താ, ബോറോ ചെയ്യുക. ദെൻ മറ്റെന്തെങ്കിലും തരത്തിൽ എന്താ പറയുക, ക്യാഷ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ക്യാഷ് കണ്ടുപിടിക്കുക, അതായത് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതെല്ലാം ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. വളരെ ഡീറ്റെയിൽഡായിട്ട് എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ളതും താഴെ പറയുന്ന ആക്ടിവിറ്റീസും മൊത്തം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. Presentation of statement of cash flows. In cash flow from operating activities. Operating activities are the main revenue generating activities of the enterprise. These involves producing or acquiring goods and services and selling them. Generally, if an activity appears in the income statement, it is classified as an activity. In short, operating activities are activities relating to operations. ഓപ്പറേഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. അത് മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഒരു എൻ്റർപ്രൈസിൻ്റെ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കൂ. പ്രൊഡ്യൂസിങ് ഓർ അക്വയറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെല്ലിങ് ദം. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക. അതായത് ഗുഡ്സുമായി ഡീൽ ചെയ്യുന്ന ബിസിനസ് ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ഷനും അതേപോലെ പർച്ചേസിങ്ങും എല്ലാം എന്തായിരിക്കും, ഗുഡ്സ് ആയിരിക്കും. സർവീസാണ് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സർവീസാണ് അവിടുത്തെ പ്രോഡക്റ്റ് എങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും എന്തായിരിക്കും, സർവീസ് ആയിരിക്കും. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് അത് സെല്ല് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. മനസ്സിലായോ? അപ്പോൾ ഇഫ് ആൻ ആക്ടിവിറ്റി അപ്പിയേഴ്സ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന സമയത്ത് അതിനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നാണ് പറയുക. അതിലുള്ള കാര്യങ്ങൾ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ക്യാഷ് സെയിൽസ്, അതായത് സെയിൽ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് തരത്തിലുണ്ട്, ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും. അപ്പോൾ അതിൽ ക്യാഷ് സെയിൽ, ക്യാഷ് കൊടുത്ത് സെയിൽ നടത്തുന്നത് അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുന്നത്. ആൻഡ് ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ റെൻഡറിങ് സർവീസ്. ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തതിനോ ഡെപ്റ്റേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് പിന്നെ തരാമെന്ന്, ക്യാഷ് പിന്നെ തരാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരുണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നും കിട്ടുന്ന റെസിപ്റ്റ് അത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ദെൻ ക്യാഷ് റെസിപ്റ്റ് ഫ്രം റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻസ് ആൻഡ് അതർ റവന്യൂ. ഇത്തരത്തിലുള്ള ഫീസ് ഇനങ്ങളിൽ പെടുന്ന ക്യാഷ് റെസിപ്റ്റ്സ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്. ഇതെല്ലാം ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അതായത് ബിസിനസ്സിനുള്ളിലേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആണ്. എന്തിൽ നിന്നും? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും ബിസിനസ്സിന് ഉള്ളിലേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ക്യാഷിനെയാണ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുക. ദെൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്ന ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോയെ എന്ത് പറയുന്നു? ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയും. നോക്കൂ, ക്യാഷ് പർച്ചേസ് ചെയ്യുന്നു, ക്യാഷ് കൊടുത്ത്, ദെൻ ക്യാഷ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ദെൻ ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സും സർവീസിൻ്റെയും സപ്ലയേഴ്സിനും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനും. സപ്ലയേഴ്സിൻ്റെ തന്നെ മറ്റൊരു പേരാണ് എന്ത്? ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൂ സപ്ലൈ ഗുഡ്സ് ഫോർ എസ്. നമുക്ക് വേണ്ടി ഗുഡ്സ് സപ്ലൈ ചെയ്ത് തരുന്നവർ തന്നെയാണ് സപ്ലയേഴ്സ്. അവർക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു പേ ക്യാഷ് ഫോർ ദം ഫോർ സപ്ലൈയിങ് ഗുഡ്സ് ഫോർ എൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിക്ക് ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ എൻറ്റിറ്റി ഹാസ് ടു പേ ക്യാഷ് ഫോർ ദം. ആർക്ക് വേണ്ടി? സപ്ലയേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ക്യാഷ് പേയ്മെൻറ്റ്സ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അത് ക്യാഷ് ഔട്ട് ഫ്ലോ ആയിട്ടാണ് കരുതാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. പേയ്മെൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. വേജസ് കൊടുക്കുക, സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക, ഇൻഷുറൻസ് കൊടുക്കുക, ഇതെല്ലാം എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ദെൻ ക്യാഷ് പേയ്മെൻറ്റ് ടു ഗവൺമെൻറ് ഫോർ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. അതേപോലെ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന
ക്യാഷ്. അതായത് ഗവൺമെൻറ്റിന് ടാക്സും അതർ ഡ്യൂട്ടീസ് ഇടയിൽ അങ്ങനെ അത്തരത്തിൽ കൊടുക്കപ്പെടുന്ന ക്യാഷ് പേയ്മെൻറ്റ്സ്, ഇതെല്ലാം എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ.